ആലപ്പുഴയിലെ ABVP പ്രവർത്തകനായിരുന്ന വിശാലിന്റെ കൊലപാതക കേസിൽ പ്രതി ചേർക്കപ്പെട്ട മുഴുവൻ പേരെയും വെറുതെ വിട്ടു. 20 ക്യാമ്പസ് ഫ്രണ്ട് പ്രവർത്തകരാണ് കേസിൽ പ്രതികളായിരുന്നത്. മാവേലിക്കര അഡീഷണൽ സെഷൻസ് കോടതിയാണ് 20 പേരെയും കുറ്റവിമുക്തരാക്കിയത്. 2012 ജൂൺ 16 ചെങ്ങന്നൂർ ക്രിസ്ത്യൻ കോളേജിൽ വെച്ചാണ് വിശാലിന് കുത്തേറ്റത്. 13 വർഷം നീണ്ടുനിന്ന വിചാരണ, 55 സാക്ഷികൾ, 205ഓളം വരുന്ന രേഖകൾ. എന്നാൽ ഇതിനെയെല്ലാം അപ്രസക്തമാക്കിക്കൊണ്ട് വിധി വന്നു. വിശാൽ വധക്കേസിൽ 20 പ്രതികളെയും കോടതി വെറുതെ വിട്ടു. ജൂൺ 16 ചെങ്ങന്നൂർ ക്രിസ്ത്യൻ കോളേജിനുള്ളിൽ വെച്ച് ABVP പ്രവർത്തകനായ വിശാലിന് കുത്തേറ്റത്. നവാഗതരായ വിദ്യാർത്ഥികളെ കോളേജിലേക്ക് സ്വാഗതം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായ ക്യാമ്പസ് ഫ്രണ്ട് ABVP തർക്കമാണ് കൊലപാതകത്തിലെത്തിയത്. 13 വർഷത്തെ വിചാരണയ്ക്കൊടുവിൽ കേസിൽ പ്രതിപ്പട്ടികയിലുള്ള 20 പേരെയും കുറ്റവിമുക്തരാക്കി മാവേലിക്കര അഡീഷണൽ സെഷൻസ് കോടതി വിധി പറഞ്ഞു. അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി PP പൂജയാണ് വിധി പറഞ്ഞത്. കേസിൽ സാക്ഷികളായ 2 SFI KSU പ്രവർത്തകർ കൂറുമാറിയത് തിരിച്ചടിയായെന്ന് പ്രോസിക്യൂഷൻ. കോടതി മുമ്പാകെ ഹാജരാക്കിയ തെളിവുകൾ പ്രതികൾക്കെതിരെ കുറ്റം തെളിയിക്കാൻ സാധിച്ചിട്ടില്ല എന്നാണ് കോടതി കണ്ടെത്തിയിരിക്കുന്നത്. ആ വിധിക്കെതിരെ ഹൈക്കോടതിയെ സമീപിക്കാനാണ് പ്രോസിക്യൂഷൻ തീരുമാനിച്ചിരിക്കുന്നത്. 55 സാക്ഷികളെയാണ് കോടതിയിൽ വിസ്തരിച്ചത്. 205 രേഖകളും ഹാജരാക്കി. കേസിൽ തെളിവുകളുടെ അപര്യാപ്തതയുണ്ടെന്ന് പ്രതികൾക്ക് വേണ്ടി വാദിച്ച അഡ്വക്കേറ്റ് പ്രിയദർശൻ തമ്പി പറഞ്ഞു. ഇൻഡിപെൻഡന്റ് വിറ്റ്നസ് ഇല്ല, എല്ലാവരും തന്നെ RSSന്റെയും BJPയുടെയും സജീവരായിട്ടുള്ള പ്രവർത്തകർ, അങ്ങനെയുള്ള ആളുകളെ മാത്രം സാക്ഷിയാക്കിക്കൊണ്ട് കെട്ടിച്ചമച്ച ഒരു കേസ്. ആ കേസിൽ ഒരു പ്രതികളെയും മുൻപരിചയമില്ല. കുത്തി എന്ന് പറയുന്ന പ്രതി, ആ പ്രതിയെ ഫോട്ടോ കാണിച്ചാണ് തിരിച്ചറിയിച്ചിരിക്കുന്നത്. എത്രയോ മാസങ്ങൾക്ക് ശേഷം ഈ പ്രതികളെല്ലാം ഫോട്ടോ കാണിച്ച് എങ്ങനെയാ തെളിവുകൾ കോടതി വിശ്വസിക്കാൻ കഴിയും? വിശാലിനൊപ്പം കുത്തേറ്റ ശ്രീജിത്ത്, വിഷ്ണുപ്രസാദ് എന്നിവരുടെ മൊഴി കോടതി പരിഗണിച്ചില്ല. സർക്കാരും പോലീസും പ്രതികളെ രക്ഷിക്കാൻ ശ്രമിച്ചെന്ന് BJP ആരോപിച്ചു. ഈ കേസിന്റെ ആദ്യഘട്ടം മുതൽ തന്നെ ഗവൺമെന്റും പോലീസും ഈ കാര്യത്തിൽ പ്രതികളെ രക്ഷിക്കാനുള്ള ഗൂഢാലോചന നടത്തി എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അത് കൂടുതൽ വ്യക്തമാവുകയാണ്. ഈ കേസിനകത്ത് പലതരത്തിൽ ലോക്കൽ പോലീസ് അന്വേഷിച്ചു. ആ അന്വേഷണം തൃപ്തികരമല്ല എന്ന നിലയ്ക്ക് വന്ന സമയത്താണ് ക്രൈംബ്രാഞ്ച് അന്വേഷണം ഏർപ്പെടുത്തിയത്. ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ പോലും നിരന്തരമായി ഉദ്യോഗസ്ഥന്മാരെ മാറ്റി ഈ കേസിൽ എല്ലാവിധ രക്ഷപ്പെടാനുള്ള എല്ലാ പഴുതുകളും സൃഷ്ടിച്ചു കൊടുത്തത് ഗവൺമെൻറ്റാണ്. കുത്തേറ്റ് 3 ദിവസങ്ങൾക്ക് ശേഷമാണ് വിശാൽ മരണപ്പെടുന്നത്. വീണ്ടും 5 മാസങ്ങൾക്ക് ശേഷമാണ് പ്രതികളിലേക്ക് എത്തുവാൻ ക്രൈംബ്രാഞ്ചിന് സാധിച്ചത്. ഗൂഢാലോചനയോ കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത 12 പേരുടെ പങ്കോ സ്ഥാപിച്ചെടുക്കുവാൻ പ്രോസിക്യൂഷന് സാധിച്ചില്ല. വിധിക്കെതിരെ അപ്പീലിന് പോകാനാണ് പ്രോസിക്യൂഷൻ തീരുമാനം. പ്രോസിക്യൂഷന് തിരിച്ചടി നേരിട്ട കേസ്. വിധി പ്രസ്താവം അങ്ങേയറ്റത്തെ നിരാശയോടെയാണ് കോടതിക്ക് വെളിയിൽ BJP പ്രവർത്തകർ കേട്ടുനിന്നത്. 13 വർഷം വിചാരണ നടത്തിയ ഈ കേസിൽ എങ്ങനെ തിരിച്ചടി നേരിട്ടു എന്ന കാര്യം സർക്കാർ സംവിധാനങ്ങളടക്കം പരിശോധിക്കേണ്ടതുണ്ട്. ക്യാമറാമാൻ ജെറിൻ കാട്ടൂരിനൊപ്പം അമൽ സുരേന്ദ്രൻ, ന്യൂസ് മലയാളം, ആലപ്പുഴ.